കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 116 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ന്. കേരളം കൂടാതെ ഗുജറാത്ത്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. മൂന്നാം ഘട്ടം പൂർത്തിയാകുന്നതോടെ 17 സംസ്ഥാനങ്ങളിലായി 302 സീറ്റുകളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പൂർത്തിയാവുക. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലേക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമായി 116 സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കെ ആവേശമേറിയ പ്രചരണത്തിലേർപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേരളം, ഗുജറാത്ത്, ഗോവ എന്നിവിടങ്ങളിൽ ഒറ്റഘട്ടത്തിലാകും തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശ് 10, അസം 4, ബീഹാർ 5, ഛത്തീസ്ഗഡ് 7, കർണാടക, മഹാരാഷ്ട്ര 14, ഒഡീഷ 6 എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ എണ്ണം. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പും മൂന്നാം ഘട്ടത്തിനൊപ്പം തന്നെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷനും ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തുന്നത്. രാജസ്ഥാനിലും പ്രധാനമന്ത്രിക്ക് റാലിയുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശമാണ് ഇന്ന്. ഏതായാലും അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. അവസാനവട്ട വോട്ട് ഉറപ്പിക്കുകയാണ് മുന്നണികൾ. ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കും. ഇന്ന് വൈകുന്നേരം വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട നീക്കങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ രീതിയിലാണ് അവസാനവട്ട രാഷ്ട്രീയ സ്പന്ദനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്? മനു, മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1.5 മാസം നടന്ന അതീവ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പ്രചരണത്തിന്റെ പരിസമാപ്തി കൊഴിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് 3 മുന്നണികളും എന്ന് പറയാം. വലിയ തോതിൽ കൊട്ടിക്കലാശം ആവേശമാക്കാനുള്ള ഒരുക്കങ്ങൾ മുന്നണികളുടെ പ്രവർത്തകർ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാന നഗര കേന്ദ്രങ്ങളിൽ 3 മുന്നണികളുടെയും പ്രവർത്തകർ സംഗമിച്ച് അവിടെ സ്ഥാനാർത്ഥികളും അണിനിരക്കും. വലിയ ആവേശപൂർവ്വമായ ഒരു പ്രചരണ പരിസമാപ്തി ആണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ പ്രധാന മുന്നണികളുടെ പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി ഓരോ കേന്ദ്രങ്ങളിലേക്ക് സംഗമിക്കുമ്പോൾ ഒരുപക്ഷെ സംഘർഷ സാധ്യത ഉണ്ടാവാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം, പ്രധാന നഗരങ്ങളിലെല്ലാം വിവിധ ഇടങ്ങളിലായി 3 മുന്നണികൾക്കും പോലീസ് തിരിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 കൂട്ടരും ഒരേ സ്ഥലത്തെത്തി പരസ്പരം ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അതിനോട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പൂർണ്ണമായും സഹകരിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായി കഴിഞ്ഞ 1.5 മാസം നീണ്ടുനിന്ന പ്രചരണം പരിസമാപ്തിയിലേക്ക് നീങ്ങുമ്പോൾ അതിന്റെ കൊട്ടിക്കലാശവും സമാധാനപരവും സൗഹാർദ്ദപരവുമായ അന്തരീക്ഷത്തിലാക്കാനുള്ള തയ്യാറെടുപ്പ് പോലീസും ജില്ലാ ഭരണകൂടവും അതിനോട് സഹകരിക്കുന്ന സമീപനം രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 1.5 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരിസമാപ്തി വലിയ ആവേശത്തിലായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പരമാവധി പ്രവർത്തകരെ അണിനിരത്തി അങ്ങനെ ആവേശം കൊഴുപ്പിക്കാൻ അല്ലെങ്കിൽ ശക്തി പൂർണ്ണമായി പ്രകടിപ്പിക്കാനുള്ള അവസരമായി ഈ കൊട്ടിക്കലാശം ഈ പ്രധാന നേതാക്കളും മുന്നണികളും കാണും, സ്ഥാനാർത്ഥികളും കാണും എന്ന കാര്യത്തിൽ തർക്കമില്ല. മധ്യകേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് വന്നാൽ മധ്യകേരളം എന്ന് പറയുന്നത് മാവേലിക്കര മുതൽ തൃശൂർ വരെയുള്ള 7 ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ്. മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, ചാലക്കുടി, തൃശൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളാണ് ഈ മധ്യകേരളത്തിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൊതുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 4, LDF-ന് 3 സീറ്റുകൾ നൽകിയ പ്രദേശമാണിത്. അതിനേക്കാൾ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം LDF ഇക്കുറി പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് UDF-ഉം പ്രതീക്ഷിക്കുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളില്ലാത്ത ഒരു പ്രദേശമാണ് മധ്യകേരളം എന്ന് പറയാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയൊക്കെ ഉണ്ടെങ്കിലും കാര്യമായ ചലനം പ്രചരണ രംഗത്ത് ഉണ്ടാക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 3-ാം സ്ഥാനത്തിന് അപ്പുറത്തേക്ക് ഒരു മുന്നേറ്റം BJP ഈ പ്രദേശത്ത് ഒരിടത്തും പ്രതീക്ഷിക്കുന്നുമില്ല. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ്. ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി മുൻ രാജ്യസഭാംഗവും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി ചീഫ് എഡിറ്ററുമായ P. രാജീവാണ്. അതുകൊണ്ട് തന്നെ രാജീവിന്റെ വ്യക്തിപ്രഭാവവും വ്യക്തിബന്ധങ്ങളും ഒക്കെ വലിയ മുതൽക്കൂട്ടാണ് LDF-ന് ഈ മണ്ഡലത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. തുടക്കത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമാണിത്. കാരണം സിറ്റിംഗ് MP-ക്ക് സീറ്റ് നിഷേധിച്ച UDF സിറ്റിംഗ് MP-ക്ക് സീറ്റ് നിഷേധിച്ച സംസ്ഥാനത്തെ ഏക ലോക്സഭാ മണ്ഡലവും ഇതാണ്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP ആയിരുന്ന KV തോമസ് തുടക്കത്തിൽ വലിയ കലാപം ഉയർത്തുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം രംഗത്തെത്തുകയും താൻ BJP-യിലേക്ക് പോകുന്നത് അടക്കമുള്ള പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു. KV തോമസിനെ അനുനയിപ്പിക്കാൻ ഒരു പരിധിവരെ UDF നേതൃത്വത്തിനും ഹൈബി ഈഡനും കഴിഞ്ഞെങ്കിലും ഇപ്പോഴും KV തോമസ് പ്രചരണ രംഗത്ത് സജീവമായി ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്ന് കണ്ടറിയണം. ഏതായാലും എറണാകുളം പോലെയുള്ള ഒരു മെട്രോ നഗരത്തിൽ വികസനം തന്നെയാണ് പ്രധാന വിഷയം. ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ജനവിധി തേടുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, അൽഫോൻസ് കണ്ണന്താനം. പക്ഷേ BJP-യുടെ സ്ഥാനാർത്ഥി അദ്ദേഹം എത്തിയെങ്കിലും കാര്യമായ ചലനം പ്രചരണ രംഗത്ത് സൃഷ്ടിക്കാൻ BJP-ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത.
ഒരു പ്രധാനപ്പെട്ട കാര്യം LDF നേരത്തെ തന്നെ പ്രചരണ രംഗത്ത് എത്തുകയും അതിന്റെ ഒരു മേൽക്കൈ പ്രചരണത്തിൽ നേടുകയും ചെയ്തിരുന്നു. അതൊക്കെ വോട്ടാക്കി മാറ്റാൻ കഴിയും, രാജീവിന്റെ വ്യക്തിപ്രഭാവം വോട്ടായി മാറും എന്നൊക്കെയാണ് LDFന്റെ പ്രതീക്ഷ. മറുവശത്താണെങ്കിൽ ഹൈബിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നഗരമണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആണ്. സാമുദായികമായ ചില ഘടകങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് തുടങ്ങിയ കണക്കൂട്ടലുകൾ UDFനുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പും പോളിംഗും പൂർത്തിയായി എണ്ണലിന് ശേഷം ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് പറയാൻ കഴിയും. മറ്റൊരു മണ്ഡലം കോട്ടയമാണ്. കോട്ടയത്ത് തുടക്കത്തിൽ തന്നെ പ്രശ്നമായ മണ്ഡലമാണ്. കാരണം UDFന്റെ ഉള്ളിൽ കലാപമുണ്ടായി, കേരള കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി. PJ ജോസഫ് തന്നെ തനിക്ക് ഈ സീറ്റിൽ മത്സരിക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തി. ഒടുവിൽ PJ ജോസഫിന്റെ അനുമതിയോ അംഗീകാരവും ഇല്ലാതെ മാണി വിഭാഗം ഏകപക്ഷീയമായി തോമസ് ചാഴികാടിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ തുടക്കത്തിൽ തന്നെ UDF കല്ലുകടി നേരിട്ട ഒരു മണ്ഡലമാണ് കോട്ടയം. ഒപ്പം തന്നെ VN വാസവന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി വലിയ പ്രതിസന്ധി UDFൽ ഉണ്ടായിട്ടുണ്ട്. കാരണം VN വാസവൻ ആ മണ്ഡലത്തിൽ വലിയ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം കാലം എറണാകുളം നഗരം കേന്ദ്രീകരിച്ചും എറണാകുളം മണ്ഡലത്തിൽ കോട്ടയം നഗരം കേന്ദ്രീകരിച്ചും കോട്ടയം സമീപ പ്രദേശങ്ങളിലും ഒക്കെയായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. മാത്രവുമല്ല CPMന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക്, മുൻ MLA എന്ന നിലയ്ക്കും ഒക്കെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറമായ വ്യക്തിബന്ധവും സൗഹൃദവുമുണ്ട്. അത് വോട്ടായി മാറുമെന്ന് LDF കരുതുന്നു. അങ്ങനെ വോട്ടായി മാറുമ്പോൾ UDFന്റെ വോട്ട് ബാങ്കിൽ അത് കയറി ചെന്ന് വിള്ളൽ സൃഷ്ടിക്കും എന്നും LDF കരുതുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്കയും UDFനുണ്ട്. ഒപ്പം UDFനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളും അതിന് സഹായകരമാകുമെന്നും കരുതുന്നു. ഒപ്പം അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം NDAയുടെ സ്ഥാനാർത്ഥിയാണ്. NDAയുടെ സ്ഥാനാർത്ഥി PC തോമസ് ആണ്. അദ്ദേഹം മുൻപ് 2 മുന്നണികളെയും പരാജയപ്പെടുത്തി NDA സ്ഥാനാർത്ഥിയായി 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ആളാണ്. അതായത് സ്വന്തം രാഷ്ട്രീയ ചായ്വിനപ്പുറത്തേക്ക് വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ള ഒരാളാണ് PC തോമസ് എന്ന് അത് മുന്നനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതുതന്നെയാണ് UDFന് നെഞ്ചിടിപ്പേറ്റുന്ന ഒരു ഘടകം. കാരണം PC തോമസ് കടന്നു ചെല്ലുന്നത് UDFന്റെ വോട്ട് ബാങ്കിലേക്കാണ്. അതൊരു പ്രതിസന്ധി UDFന് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനിടയിലാണ് ആകസ്മികമായി KM മാണിയുടെ നിര്യാണം ഉണ്ടാവുന്നത്. അതൊക്കെ വോട്ടായി മാറും എന്ന പ്രതീക്ഷ UDFനുണ്ട്. പക്ഷേ മറുവശത്ത് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ VN വാസവന്റെ വ്യക്തിപ്രഭാവം ഒക്കെ വോട്ടായി മാറിയാൽ LDFന് ഒരു പക്ഷേ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. NDA ശക്തമായ പ്രചരണ രംഗത്തുണ്ടെങ്കിലും വിജയത്തിലേക്കൊന്നും എത്താൻ ഒരു സാധ്യതയുമുള്ള മണ്ഡലമല്ല കോട്ടയം. തൊട്ടടുത്ത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ സിറ്റിംഗ് MLA ജനവിധി തേടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ആരിഫ് അരൂർ മണ്ഡലത്തിലുള്ള ജനപ്രതിനിധിയാണ്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഏതാണ്ട് UDFന്റെ സ്ഥാനാർത്ഥി എത്തുന്നതിന് മുൻപ് തന്നെ 2 റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയിരുന്നു ആരിഫ്. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് വലിയ മേൽക്കൈ LDFന് ആലപ്പുഴ മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞു. UDFന്റെ ഷാനിമോൾ ഉസ്മാൻ രംഗത്തെത്തിയപ്പോൾ ഏറെ വൈകിയിരുന്നു. ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല, വയനാടാണ് നോക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ പ്രചരണ രംഗത്ത് സജീവമാണ്. ഏതായാലും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം LDFന് രാഷ്ട്രീയമായുള്ള മേൽക്കൈയിൽ തന്നെയാണ് LDFന്റെ പ്രതീക്ഷ. ഒപ്പം പ്രചരണ രംഗത്ത് നേടിയ മേധാവിത്വവും ഗുണകരമാകും എന്ന് LDF കരുതുന്നു. UDFും സമാനമായ രീതിയിൽ മറ്റു ചില ഘടകങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായി നേതൃത്വത്തിലുണ്ടായിരുന്ന രാധാകൃഷ്ണൻ പൊടുന്നനെ BJPയിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ UDFന്റെ വോട്ട് ബാങ്കിൽ രാധാകൃഷ്ണൻ കടന്നു ചെല്ലുമോ എന്ന ആശങ്ക UDFനുണ്ട്. എങ്കിലും വിജയിക്കാൻ ആവശ്യമായ വോട്ട് സമാഹരിക്കാനെന്ന് രാധാകൃഷ്ണന് കഴിയില്ല. ഒരുപക്ഷെ അത് UDFന്റെ വോട്ടിൽ കടന്നു ചെല്ലാൻ BJP കഴിയുന്ന ഒരു സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ട്. മാവേലിക്കരയാണ് തൊട്ടടുത്ത മണ്ഡലം. സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും ചിറ്റയം ഗോകുമാറുമാണ് മത്സരിക്കുന്നത്. കൊടിക്കുന്നിൽ അവിടെ സിറ്റിംഗ് MP ആണ് എന്നുള്ളതാണ് കൊടിക്കുന്നിലിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. മാത്രവുമല്ല ചിറ്റയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ തോതിൽ വ്യക്തിബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPI അത്തരം ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പരീക്ഷിച്ചത്. ഏത് വിധേനയും ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് LDFന്റെ ലക്ഷ്യം. 2 പ്രമുഖർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കൊണ്ട് തന്നെ വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള 2 നേതാക്കൾ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മാവേലിക്കര ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വാശിയേറിയ പ്രചരണമാണ് കഴിഞ്ഞ 1.5 മാസക്കാലം അവിടെ നടന്നത്. പിന്നെ പറയാവുന്നത് ഇടുക്കിയാണ്. ഇടുക്കി കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ വോട്ടർമാർ എന്ന് പറയുന്നത് കാർഷിക മേഖല പ്രചരണ രംഗത്ത് ഉയർന്നു വരികയും ചെയ്തു. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പ്രളയാനന്തര പുനർനിർമ്മാണം ഒക്കെ ചർച്ചയായ ഒരു മണ്ഡലമാണ് ഇടുക്കി. അവിടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ജോയിസ് ജോർജിന്റെ പേര് ചേർത്ത് വായിക്കാതിരിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറം കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന രാഷ്ട്രീയാതീതമായ ഒരു സംഘടനയിലൂടെ നേതൃരംഗത്തേക്ക് ഉയർന്നു വരികയും ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞ തവണ മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്ത ആളാണ് ജോയിസ് ജോർജ്. അതുകൊണ്ട് തന്നെ ജോയിസ് ജോർജിന്റെ വ്യക്തിപ്രഭാവവും വ്യക്തിബന്ധങ്ങളും കാർഷിക മേഖലയുമായുള്ള അദ്ദേഹം എടുപ്പവും പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം
എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരർത്ഥത്തിൽ കഴിഞ്ഞ തവണത്തതിന്റെ തനിയാവർത്തനമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ച് അതേ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്നു. ജോയിസിനെതിരെ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ആണ്. പ്രധാനപ്പെട്ട കാര്യം ഹൈറേഞ്ചിൽ നിന്നുള്ള, ഈ മണ്ഡലത്തെ രണ്ടായി തിരിച്ചാൽ ഹൈറേഞ്ചിൽ നിന്നുള്ള ആളാണ് ജോയിസ് ജോർജ്, ലോ റേഞ്ചിൽ നിന്നുള്ള ആളാണ് ഡീൻ കുര്യാക്കോസ്. ലോ റേഞ്ചിലെ 3 മണ്ഡലങ്ങളിൽ തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തവണ ഡീനായിരുന്നു മേൽക്കൈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിനെ മറികടക്കാൻ ഹൈറേഞ്ചിലെ വോട്ട് കൊണ്ട് ജോയിസ് ജോർജിന് കഴിഞ്ഞതുകൊണ്ടാണ് ജയിച്ചു വന്നത്. പക്ഷേ LDF ഇക്കുറി കരുതുന്നത് ഹൈറേഞ്ചിൽ കഴിഞ്ഞ തവണ ഉണ്ടായ മേൽക്കൈ ലോ റേഞ്ചിൽ ഇക്കുറി ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഉറപ്പായും LDF വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലത്തിന്റെ പട്ടികയിൽ LDF ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി എന്ന കാര്യത്തിൽ തർക്കമല്ല. BDJS ആണ് NDA സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ കാര്യമായ ചലനം അവിടെ പ്രചരണ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചാലക്കുടിയാണ് താരപരിവേഷമുള്ള ഒരു മണ്ഡലം. കഴിഞ്ഞ തവണ തന്നെ ചലച്ചിത്ര താരം ഇന്നസെന്റ് മത്സരിച്ച് അട്ടിമറി വിജയം നേടിയ ഒരു മണ്ഡലമാണ്. അന്ന് ഇന്നസെന്റ് മത്സരിക്കുമ്പോൾ ഒരു ചലച്ചിത്ര താരം എന്ന താരപരിവേഷത്തോടെയാണ് പ്രചരണത്തിൽ മുൻപന്തിയിലെത്തുകയും ജയിക്കുകയും ഒക്കെ ചെയ്തതെങ്കിൽ ഇത്തവണ കേവലമായൊരു താരത്തിനപ്പുറം പൊതുപ്രവർത്തന രംഗത്ത് 5 വർഷത്തെ പൊതുസ്വീകാര്യത നേടിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നേടിയ നേട്ടങ്ങൾ, മണ്ഡലത്തിന്റെ വികസനത്തിന് 1750 കോടിയോളം മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു MP എന്ന പരിവേഷം, അതൊക്കെ ഇന്നസെന്റിന് വലിയ മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ റോഡ് ഷോ നടന്നിരുന്നു. മെഗാ ഷോ എന്ന പേരിട്ട് മണ്ഡലത്തിലുടനീളം തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച ഇന്നസെന്റിന് ലഭിച്ച സ്വീകാര്യതയും അംഗീകാരവും വലിയ കാര്യമാണ്, വലിയ ഒരു സിമ്പലാണ്, ഒരു അടയാളപ്പെടുത്തലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മമ്മൂട്ടി, KPSC ലളിത തുടങ്ങിയ സെലിബ്രിറ്റീസ് ഈ ഇന്നസെന്റിനൊപ്പം ഈ റോഡ് ഷോയിൽ അണിനിരക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഇന്നസെന്റിനുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് UDF കൺവീനർ ബെന്നി ബെഹനാൻ. അദ്ദേഹത്തിനും ആഴത്തിൽ ബന്ധങ്ങളുണ്ട് ഈ മണ്ഡലത്തിൽ ഉടനീളം. തൃക്കാക്കരയിൽ ദീർഘകാല MLA ആയിരുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യക്തിബന്ധങ്ങളുണ്ട് എന്ന് കുറച്ച് കാണാനാവില്ല. UDFന് മേൽക്കൈ രാഷ്ട്രീയമായി അവകാശപ്പെടാവുന്ന ഒരു മണ്ഡലവും കൂടിയാണിത്. പണ്ട് മുകുന്ദപുരം ആയിരുന്നപ്പോഴൊക്കെ ചുരുക്ക സന്ദർഭങ്ങളിൽ മാത്രമേ LDF ജയിച്ചിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ അട്ടിമറിയിലൂടെ ഇന്നസെന്റ് ആ മണ്ഡലം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ആ അട്ടിമറി ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സാമുദായികമായി ഒക്കെ ചില ഘടകങ്ങൾ അവിടെയുണ്ട്. വിശേഷിച്ചും യാക്കോബായ സഭയ്ക്ക് മേൽക്കൈ വലിയ തോതിലുള്ള കുന്നത്തുനാട്, പെരുമ്പാവൂർ, ആലുവ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ രാഷ്ട്രീയമായി യാക്കോബായ സഭ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് എന്ത് ഫലമുണ്ടാക്കും? ഒപ്പം ചെറുതാണെങ്കിലും കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ 2020 എന്ന രാഷ്ട്രീയതരമായ സംഘടന എടുത്ത ഒരു നിലപാടുണ്ട്. അവർ ബെന്നി ബെഹനാനെ പരാജയപ്പെടുത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്നസെന്റിന് ഗുണകരമാണ്. അങ്ങനെ രാഷ്ട്രീയവും രാഷ്ട്രീയതരവുമായ ഒരുപാട് ഘടകങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. അതൊക്കെ എങ്ങനെ വോട്ടായി മാറും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ സിറ്റിംഗ് MP CN ജയദേവനായിരുന്നു LDFന്റെ. അദ്ദേഹത്തെ മാറ്റി രാജാജി മാത്യു തോമസിനെയാണ് ഇക്കുറി LDF മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനും വലിയ ബന്ധങ്ങളുള്ള ഒരു നേതാവാണ്. സമാന രീതിയിൽ തന്നെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു നേതാവാണ് UDFന്റെ TN പ്രതാപൻ. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി വലിയ സ്വാധീനമുള്ള 2 നേതാക്കൾ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകത തൃശ്ശൂരിനുണ്ട്. ഏറ്റവും ഒടുവിൽ അവസാന നിമിഷത്തിൽ സുരേഷ് ഗോപി കൂടെ NDA സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി ഒരു മണ്ഡലത്തിന് വലിയ ശ്രദ്ധ കിട്ടുകയും ചെയ്തു. ഏതായാലും 2 മുന്നണികളും വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് തൃശ്ശൂരിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ചിത്രത്തെ പരിശോധിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് മൃഗീയ മേൽക്കൈ ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് LDFന്റെ ഏറ്റവും വലിയ കരുത്ത്. ഏതായാലും ഈ മണ്ഡലങ്ങളുടെയൊക്കെ ഒരു പൊതുസ്ഥിതി UDFന് അനുകൂലമായിരുന്നു കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലൊക്കെയായി എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ LDF വലിയ മേൽക്കൈ നേടിയിട്ടുണ്ട് ഈ മണ്ഡലങ്ങളിൽ എന്നുള്ള കാര്യം ഈ മണ്ഡലങ്ങളുടെ ചിത്രം പരിശോധിച്ചാൽ വ്യക്തമാവും. അതിലാണ് LDFന്റെ പ്രതീക്ഷ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഒക്കെയാണ് LDF വെച്ചു പുലർത്തുന്ന പ്രധാന ഘടകം. വിശ്വാസവും അനുബന്ധമായി ഉയർന്ന വിവാദങ്ങളും വികാരങ്ങളും വോട്ടാക്കി മാറ്റുമെന്ന് UDFും കരുതുന്നു. BJPക്ക് കാര്യമായി മേൽക്കൈ ഒരു മണ്ഡലത്തിലും അവകാശപ്പെടാൻ ഈ മധ്യ കേരളത്തിലെ 7 മണ്ഡലത്തിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. സാലി മുഹമ്മദാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശദാംശങ്ങളുമായി മലബാറിൽ നിന്നും കോഴിക്കോട് നിന്ന് ജോഷില ചേരുന്നുണ്ട് വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി. ജോഷില, വടക്കൻ കേരളത്തിൽ ഇനിയിപ്പോൾ അവസാനവട്ട പ്രചാരണത്തിന്റെ തിരക്കുകൾ ഏത് രീതിയിലാണ് പോവുക? ഇന്നത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ഒക്കെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ, റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഏത് രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? വടക്കൻ
കേരളത്തിൽ പ്രധാനമായും ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച, ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച മണ്ഡലങ്ങളാണ് വടക്കൻ കേരളത്തിലുള്ളത്. ഒന്ന് വയനാട്, അതുപോലെ തന്നെ വടകര മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വളരെ ശക്തമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഒന്ന്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരത്തിനെത്തുന്നു. ഇവിടെ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ വളരെ സജീവമായ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവ് അത് ഇടത് പാളയങ്ങളിൽ പോലും വളരെ ആർജവം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രവർത്തനത്തിന്റെ കാര്യത്തിലായാലും തോൽപ്പിക്കണം എന്നുള്ള ഒരു രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ പേരിലായാലും. എന്തായാലും ഇന്നലെ തിരുവമ്പാടിയിലും വയനാടും നടന്ന റോഡ് ഷോകൾ, PP സുനീറിന്റെ റോഡ് ഷോകൾ തെളിയിക്കുന്നത് ഇത് തന്നെയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം ആബാലവൃദ്ധം ജനങ്ങൾ പങ്കെടുത്ത റോഡ് ഷോകളാണ് ഇന്നലെ വൈകുന്നേരം വരെ തിരുവമ്പാടിയിലും വയനാട്ടിലും നടന്നത്. എന്തായാലും ശക്തി പ്രകടനം തെളിയിക്കുന്ന രീതിയിലുള്ള റോഡ് ഷോകളാണ് ഇന്നലെ ഇടതുമുന്നണി കാഴ്ചവെച്ചിട്ടുള്ളത്. അതേസമയം തന്നെ രാഹുലിന്റെ ഒരു വരവ് അത് കോൺഗ്രസ് പാളയങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉണർവ്, ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് അണികളിലും പ്രവർത്തകരും ഇന്ന് നടത്തുന്ന കൊട്ടിക്കലാശം, അത് എന്തായാലും അതിന്റെ ഗാംഭീര്യത്തോടു കൂടി തന്നെ കൊട്ടിക്കലാശം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വയനാട് രാഹുൽ ഗാന്ധിയുടെ വരവിനെ കുറിച്ച് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ കുറിച്ച് ഒന്നും പറയില്ല എന്ന് പറഞ്ഞത് ഭീരുത്വം കൊണ്ടാണെന്നും ഇടതുപക്ഷത്തിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ആസിയാൻ കരാർ, ഘാട്ട് കരാർ തുടങ്ങിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ കോൺഗ്രസ് ചെയ്തത് കർഷകരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. ഇതൊക്കെ തന്നെ വയനാട് മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടും. രാഹുൽ ഗാന്ധി ആയിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരിക. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തത്. ഞങ്ങൾക്ക് ഭയമില്ല, രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ വിമർശിക്കാം. ഇടതുപക്ഷത്തെ വിമർശിക്കുന്നതോടൊപ്പം ഇടതുപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ രാഹുൽ ഗാന്ധി ബാധ്യസ്ഥനാണ് എന്ന് കൂടി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. മാത്രമല്ല, ജോഗി എന്ന ആദിവാസി ബാലനെ വെടിവെച്ചു കൊന്നത് ആന്റണിയുടെ ഭരണകാലത്താണ്, ഇതിന് മറുപടി പറയേണ്ടി വരും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും വയനാട് മണ്ഡലത്തിൽ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് ഇടതുപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ഉണ്ടായ ഈ റോഡ് ഷോയിൽ പോലും ഉണ്ടായ ശക്തി പ്രകടനം അത് വളരെ ശക്തമായ രീതിയിൽ ഇന്ന് കൊട്ടിക്കലാശത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വടകര മണ്ഡലത്തിൽ RSS സംഘത്തിന്റെ ഇരയായ RSS ക്രിമിനൽ സംഘത്തിന്റെ ഇര എന്ന് വിശേഷിപ്പിക്കാവുന്ന P ജയരാജനെയാണ് വടകര മണ്ഡലം പിടിച്ച് എടുക്കാനായി ഇടതുപക്ഷം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി വടകര മാറിയിരിക്കുകയാണ്. വടകര മണ്ഡലത്തിൽ ഈ അക്രമ രാഷ്ട്രീയം മാത്രമാണ് UDF-നും പറയാനുള്ളത്. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് K മുരളീധരനെ ഇറക്കിക്കൊണ്ട് UDF ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യ 2-3 ഘട്ടങ്ങളിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വളരെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം അതുവരെ സ്ഥാനാർത്ഥി നിർണയം UDF പാളയത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. K മുരളീധരൻ വരുന്നതോടുകൂടി മറ്റൊരു കാര്യം കൂടിയുണ്ട്. K മുരളീധരൻ നേരത്തെ അടിയന്തരാവസ്ഥയുടെ ചിത്രങ്ങൾ ഇത് കൃത്യമായും ജനങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വടകര മേഖലയിൽ തന്നെ ഇതിന്റെ ഒരു അനുരണനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായും രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനസമൂഹമാണ് വടകരയിലുള്ളത് എന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് അടിത്തറയുള്ള ഇടതുപക്ഷ ബോധമുള്ള ജനങ്ങളാണ് വടകരയിലുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായും അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങൾ, വർഗീസിന്റെ കാര്യങ്ങൾ, രാജന്റെ കാര്യങ്ങൾ, ഈശ്വര വാര്യർ എന്ന പിതാവിന്റെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും. എന്നാൽ അതേസമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UDF ഇത്തരം ചർച്ചകൾ എല്ലാം അക്രമത്തിൽ ഒതുക്കിക്കൊണ്ടുള്ള ഒരു ചർച്ചകളാണ് വടകര മണ്ഡലത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ്. കൃത്യമായും UDF-ന് പറയാനുള്ള കാര്യങ്ങൾ, UDF-ന്റെ നയങ്ങൾ ഇതൊന്നും തന്നെയല്ല ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വടകര മണ്ഡലത്തിലും വളരെ സജീവമായ, വളരെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് കൊട്ടിക്കലാശത്തോടുകൂടി അതിന്റെ ശക്തി, ഇരുമുന്നണികളുടെയും ശക്തി പ്രകടമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മനു. ജോഷിലെയാണ് വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനവട്ട വിശേഷങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇത്തവണ 2,61,00,000 സമ്മതിദായകർ. 1,26,00,000 പുരുഷ വോട്ടർമാരും 1,34,00,000 സ്ത്രീ വോട്ടർമാരും പട്ടികയിലുണ്ട്. 174 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. 831 പ്രശ്നബാധിത ബൂത്തുകളും 359 തീവ്ര പ്രശ്ന സാധ്യതാ ബൂത്തുകളും 219 മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്. ആകെ 227 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്ത് ഉള്ളത്. 23-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ 2,61,51,534 വോട്ടർമാരാണ് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇതിൽ 1,34,66,521 പേർ സ്ത്രീകളാണ്. 1,26,84,839 പുരുഷ വോട്ടർമാരുമുണ്ട്.
174 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. സംസ്ഥാനത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായിട്ടുള്ള ഭയമുക്ത് അന്തരീക്ഷത്തിൽ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് സജ്ജമാണ്. വളരെ വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ ജില്ലകളിലെ മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറത്താണ് കൂടുതൽ വോട്ടർമാർ 31,36,191. കുറവ് വയനാട് ജില്ലയിലും 5,94,177 പേർ. സംസ്ഥാനത്താകെ 2,88,191 കന്നി വോട്ടർമാരാണുള്ളത്. 1,35,357 ഭിന്നശേഷി വോട്ടർമാരും ഇത്തവണയുണ്ട്. 24,970 പോളിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. 831 പ്രശ്നബാധിത ബൂത്തുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഇതിൽ 359 തീവ്ര പ്രശ്നസാധ്യതാ ബൂത്തുകളുമുണ്ട്. 219 മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ബൂത്തുകളാണ്. 35,193 വോട്ടിംഗ് മെഷീനുകളും 32,746 കൺട്രോൾ യൂണിറ്റും 44,427 ബാലറ്റ് യൂണിറ്റുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ സംസ്ഥാനത്ത് മത്സരരംഗത്തുള്ളത് 227 സ്ഥാനാർത്ഥികളാണ്. ഇതിൽ 23 വനിതാ സ്ഥാനാർത്ഥികളും ഉൾപ്പെടുന്നു. 23-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. രാവിലെ 6-ന് മോക്ക് പോൾ നടക്കും. പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി സംസ്ഥാനത്ത് അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായി. കോഴിക്കോട്, വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ളത് 2177 പോളിംഗ് ബൂത്തുകളിൽ ആണ്. കോഴിക്കോട് മണ്ഡലത്തിലെ 301ഓളം, വടകര മണ്ഡലത്തിൽ 833ഓളം പ്രശ്നബാധിത ബൂത്തുകളുമാണ് ഉള്ളത്. 26,1,605 വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത്. 2016-നെ അപേക്ഷിച്ച് ഇത്തവണ 2 ലക്ഷത്തിലധികം പുതിയ വോട്ടർമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിനിർണയത്തിന്റെ ഭാഗമാകുക. അന്തിമ വോട്ടർ പട്ടിക അനുസരിച്ച് വടകര മണ്ഡലത്തിൽ 12,86,250 ആകെ വോട്ടർമാർ. ഇതിൽ 6,17,009 പുരുഷന്മാരും 6,69,223 സ്ത്രീകളും 18 ഭിന്നലിംഗക്കാരും ഉൾപ്പെടുന്നു. 13,15,355 വോട്ടർമാരാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. അതിൽ 6,39,112 പുരുഷന്മാരും 6,76,228 സ്ത്രീകളും 15 ഭിന്നലിംഗക്കാരും ഉൾപ്പെടുന്നുണ്ട്. ജില്ലയിൽ 1,903 ലൊക്കേഷനുകളിലായി 2,117 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. കൂടാതെ 3 ഓക്സിലറി പോളിംഗ് ബൂത്തുകളും ഉൾപ്പെടുന്നു. പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പ്രദേശങ്ങളിൽ 36 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ 301, വടകര മണ്ഡലത്തിൽ 833 പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവയുടെ വിതരണത്തിനായി 7 കേന്ദ്രങ്ങൾ കോഴിക്കോട് മണ്ഡലത്തിലും 7 വടകര മണ്ഡലത്തിലും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കോഴിക്കോട് ജില്ലാ കലക്ടർ പറഞ്ഞു. ഇലക്ഷൻസ് പറഞ്ഞാൽ ഒത്തിരി പോളിംഗ് സ്റ്റാഫ് ഇവരെല്ലാവരും ഒത്തിരി എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. സോ ഈ പ്രക്രിയയിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധത്തോട്ട് നമ്മൾ എല്ലാ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ എക്സ്പീരിയൻസ് നന്നായിട്ട് ഉണ്ടാവും. ഇല്ലെങ്കിൽ അവർക്കൊരു മോശമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ശ്രദ്ധിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സിലെ സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തത്. എല്ലാ കാര്യങ്ങളും അവരുടെ പോളിംഗ് മെറ്റീരിയലും EVM, EDC എല്ലാ കാര്യങ്ങളും ഒരു സിംഗിൾ വിൻഡോയിലെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തത്. വടകര മണ്ഡലത്തിൽ കൂത്തുപറമ്പ്, തലശ്ശേരി ഭാഗങ്ങൾ ഉൾപ്പെടെ 674 ലൊക്കേഷനിലായി 1,180 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. 70 പോളിംഗ് സ്റ്റേഷനുകളെ മാതൃകാ സ്റ്റേഷനുകളായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. സ്ത്രീ ഉദ്യോഗസ്ഥർ മാത്രമുള്ള പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 5 ഭിന്നശേഷി സൌഹൃദ ബൂത്തുകളും ഒരുക്കിയിട്ടുണ്ട്. വടകര മണ്ഡലത്തിൽ 392 മൈക്രോ ഒബ്സർവർമാരെയും നിയമിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഈദുദ് മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുതൽ പോളിംഗ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വരെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ്
ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി ഈദൂദ് മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. വോട്ടെണ്ണൽ കേന്ദ്രം കോഴിക്കോട് വെള്ളിമാട് കുന്ന് JDTയിലാണ് സജ്ജീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.